തീർച്ചയായിട്ടും എൻ്റെ പ്രയോറിറ്റി ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റ് വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണമായിരിക്കും ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഇന്ന് ഈ ഗവൺമെന്റ് അധികാരമേൽക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കും സ്വൈര ജീവിതം ഉറപ്പുവരുത്തുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തിയ കേരള ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മന്ത്രിമാരുടെയും ഉത്തരവാദിത്വം ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ. 40 വർഷം മുമ്പ് ഞാൻ ശ്രീ കെ കരുണാകരനോടൊപ്പം മന്ത്രിയായിരുന്നു. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ അങ്ങനൊരു പോരാട്ടത്തിനൊന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ഏത് വകുപ്പ് ഞാൻ തെരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് വകുപ്പ് ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൂടി കേട്ട ശേഷമാണ് പിന്നെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദവും AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത്. അക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ വന്ന് 2 തവണ കണ്ടപ്പോഴും അദ്ദേഹം ഏത് വകുപ്പ് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പം അതിലൊന്നും ഒരു പ്രശ്നവും നമുക്കില്ല. പിന്നെ ചേരണോ വേണ്ടയോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എൻ്റെ മണ്ഡലത്തെ ഹരിപ്പാട്ടെ ജനങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് ചേരുന്നത്. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്നുണ്ടാവും. അതിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞാൽ പിന്നെ പ്രഖ്യാപനത്തിന് അർത്ഥമില്ലാതെ ഞാൻ ഹാപ്പി എന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഹാപ്പിയായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. കാരണം ക്രമസമാധാന നില പൂർണ്ണമായും സംരക്ഷിച്ച് ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമമായിരിക്കും ഞാൻ നടത്തുന്നത്. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണ്ടേ, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണ്ടേ, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കണ്ടേ. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അവരോടെന്താ പറയാനുള്ളത്? പുതിയതായി മന്ത്രി ചുമതലയേൽക്കുന്ന ആളുകളോടൊക്കെ അവർ കഠിനാധ്വാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം. മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കഠിനാധ്വാനത്തിലൂടെ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും കടമ. പിന്നെ നമ്മളെ അധികാരത്തിലേറ്റ് ജനങ്ങളുടെ താല്പര്യം, പ്രവർത്തകരുടെ താല്പര്യം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. അല്ല, അതൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ നമ്മളല്ലല്ലോ തീരുമാനം പലപ്പോഴും, നമ്മുടെ പാർട്ടിയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരു പാരമ്പര്യമാണ് എനിക്കിന്ന് മുതൽ. 26-ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. 28-ാമത്തെ വയസ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇന്ന് വരെ ആരും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ പാർട്ടി എനിക്ക് ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. അതെല്ലാം ഇതിൻ്റെ ഭാഗമായി വ്യക്തി ജീവിതത്തിലുണ്ടാവില്ലേ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമായി കണക്കാക്കുക. പക്ഷേ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദി ഇത്തവണ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് 23,777 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. എൻ്റെ മണ്ഡലം ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. എപ്പോഴും ഞാനാണ് ആദ്യത്തെ കോൺഗ്രസ് MLA. 6ാം തവണയാണ് എന്നെ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത്. ഓരോ തവണയും എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. 6ാം തവണ ഞാൻ മത്സരിച്ചപ്പോഴും 23,777 വോട്ടിന് എന്നെ ജയിപ്പിച്ചു. അപ്പോൾ അത് ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം കൂടി കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെല്ലാം എനിക്ക് ശക്തി നൽകുന്ന എൻ്റെ സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. വാസ്തവത്തിൽ 10 വർഷക്കാലം ഈ നാട്ടിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത് ജയിലിൽ പോയി മർദ്ദനം സഹിച്ച ധാരാളം ചെറുപ്പക്കാരും പാർട്ടി പ്രവർത്തകരുമുണ്ട്. യാതന സഹിച്ചവരുണ്ട്, മാസങ്ങളോളം ജയിലിൽ കിടന്നവരുണ്ട്. അവരുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അവരാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി 10 വർഷം പ്രതിപക്ഷത്ത് നിന്ന് പോരാടിയ മുഴുവൻ ആളുകളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ വിജയമാണിത്. ആ പോരാട്ടം നടത്തിയ പ്രവർത്തകരെ ഒരിക്കലും മറക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.